വെൽഫെയർ പാർട്ടി പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് വളഞ്ഞ് പ്രതിഷേധിച്ചു. ജാതി സെൻസസ് നടത്തുക, എയ്ഡഡ് നിയമനം PSCക്ക് വിടുക, സർക്കാർ സർവീസിൽ ആനുപാതിക പ്രാതിനിധ്യം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. ജാതി സെൻസസ് നടപ്പാക്കിയാൽ നാട്ടിലെ വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത വെൽഫെയർ പാർട്ടി ദേശീയ ട്രഷറർ അത്തീഖ് റഹ്മാൻ പറഞ്ഞു. ജാതി സെൻസസ് നടപ്പാക്കുക, എയ്ഡഡ് മേഖലയിൽ സംവരണം ബാധകമാക്കി നിയമനം PSCക്ക് വിടുക, കേന്ദ്ര സംസ്ഥാന സർവീസുകളിൽ എല്ലാ ജനവിഭാഗങ്ങൾക്കും ആനുപാതിക പ്രാതിനിധ്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച വെൽഫെയർ പാർട്ടി നടത്തിവരുന്ന സമരങ്ങളുടെ ഭാഗമായാണ് സെക്രട്ടേറിയറ്റ് വളയൽ. വെൽഫെയർ പാർട്ടി ദേശീയ ട്രഷറർ അത്തീഖ് റഹ്മാൻ സമരം ഉദ്ഘാടനം ചെയ്തു. സമരം കേരളത്തിന്റെ ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. जब हमारा मुल्क हिंदुस्तान अपनी तारीख के बदतरीन दौर से दो चार है. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരുടെ മതവും ജാതിയും അവരുടെ ജനവിഭാഗങ്ങളും പ്രാതിനിധ്യവും പരിശോധിച്ചു നോക്കിയാൽ കേരളത്തിൽ നടപ്പിലായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയും. ജാമിയ മിലിയ KR നാരായണൻ സെന്റർ ഫോർ ദളിത് ആൻഡ് മൈനോറിറ്റി സ്റ്റഡീസ് അസിസ്റ്റന്റ് പ്രൊഫസർ അരവിന്ദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ ദളിത്, മുസ്ലിം, പിന്നോക്ക സംഘടനകളുടെ നേതാക്കൾ പരിപാടിയിൽ സംസാരിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.